300 കിലോഗ്രാം ഭാരമുള്ള ഒരു പാറ മരുഭൂമിയിൽ കൂടി ആരുടെയും സഹായമില്ലാതെ സഞ്ചരിക്കുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ കല്ലുകൾക്ക് മൂവിങ് സ്റ്റോൺ അല്ലെങ്കിൽ സെയിലിംഗ് സ്റ്റോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള സെയിലിംഗ് സ്റ്റോണുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് US കാലിഫോർണിയയിലെ ഡെത്ത് വാലി നാഷണൽ പാർക്കിലാണ്. ഒരുപാട് വർഷങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാരെ ഇത് കുഴപ്പിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സഞ്ചരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ പിന്നീട് അത് കണ്ടെത്തി. ഇത് ഇന്ത്യയിലല്ലായിരുന്നുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ഇന്ത്യയിലായിരുന്നെങ്കിൽ നമ്മൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ഇതിന് ഉത്തരം കണ്ടെത്തിയേനെ. ഇതത് തന്നെ, ദുർമന്ത്രവാദം. ഒറ്റയടിക്ക് ഇന്ത്യക്കാരായി നമ്മൾ അതിനുള്ള ആൻസർ കണ്ടെത്തി. എന്നാൽ ഇത് US നടന്നുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇന്ത്യയിൽ ദുർമന്ത്രവാദ തിയറി പടച്ചു വിട്ട പോലെയുള്ള കുറേ ആളുകൾ അവിടെ ഉണ്ടായി. അവർ ഇതിലും വിചിത്രമായ ഒരു വാദമായിരുന്നു ഉന്നയിച്ചത്. ഇത് അവർ തന്നെ, ഏലിയൻസ്, ഹോമം വേണം. അപ്പം നമുക്ക് മൂവിങ് സ്റ്റോണുകളെ പറ്റിയൊന്നും അറിയാം. ഇങ്ങനെ പാറകൾ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ ഈ പാറകൾക്ക് സഞ്ചരിക്കാൻ പറ്റൂ. മഴ, ചെളിയുള്ള ഉപരിതലം, രാത്രികളിൽ നല്ല തണുപ്പുണ്ടായിരിക്കണം, രാവിലെ ആയിക്കഴിഞ്ഞാൽ നല്ല ചൂടുള്ള വെയിലുണ്ടാകണം. അത് മാത്രം പോരാ, ഒരു നേരിയ കാറ്റൂടെ വേണം. ഇങ്ങനെ പല കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ കല്ലുകൾ ഇങ്ങനെ നീങ്ങി പോകത്തുള്ളൂ. അതപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2013 ഡിസംബറിൽ പാലിയോബയോളജിസ്റ്റായ റിച്ചാർഡ് നോറിസും അദ്ദേഹത്തിൻ്റെ സഹരചയിതാവും ബന്ധുവുമായ ജിം നോറിസും ഈ പ്രതിഭാസത്തിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പരന്നു കിടക്കുന്ന ചെളിയുള്ള പ്രതലത്തിലാണ് ഇവ സഞ്ചരിക്കുന്നതും ഇത് സഞ്ചരിച്ചതിൻ്റെ ഫലമായി ഒരു പാത തന്നെ രൂപീകരിക്കുകയും ചെയ്യും ഈ ചലനത്തിൻ്റെ ഫലമായിട്ട്. അവരുടെ നിരീക്ഷണത്തിൻ്റെ ഫലമായി അവർ പറയുന്നത് മിനിറ്റിൽ 2 മുതൽ 6 മീറ്റർ വരെ വേഗത്തിലാണ് ചില പാറകൾ സഞ്ചരിക്കുന്നതെന്നാണ്. അതുമാത്രമല്ല, അവരുണ്ടായിരുന്ന ആ സമയത്ത് ഏകദേശം 10 മീറ്റർ നീളമുള്ള പുതിയ പാതകൾ കൂടി അവിടെ ഉണ്ടായി. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പാറകൾ സഞ്ചരിക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പല കാരണങ്ങളാണ്. അതെല്ലാം കൂടെ ഒന്നിച്ചു വന്നാൽ മാത്രമേ ഇതിങ്ങനെ സഞ്ചരിക്കത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നോക്കാം. കനത്ത മഴയെ തുടർന്ന് വെള്ളം ഉണ്ടാകുകയും പിന്നീട് മഞ്ഞുകാലം ആകുമ്പോഴേക്കും ഈ വെള്ളം തണുത്തുറയുകയും ചെയ്യുന്നു. തണുത്തുറഞ്ഞ് റാഫ്റ്റുകൾ ഉണ്ടാകുന്നു. റാഫ്റ്റുകളുടെ കൂട്ടത്തിൽ കല്ലും ഒന്നിച്ചാണ് തണുത്തുറയുന്നത്. ഓൾറെഡി ചെളി നിറഞ്ഞ പരന്ന പ്രതലമായതുകൊണ്ട് തന്നെ സൂര്യപ്രകാശവും കാറ്റും ഏറ്റു കഴിയുമ്പോൾ ഈ കല്ലുകൾ പതുക്കെ ഇതിന്റെ പ്രതലത്തിൽ കൂടി തെന്നി നീങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ കല്ലുകൾ നീങ്ങുകയും ഈ പ്രതലത്തിൽ ഈ പാതകൾ ഇങ്ങനെ രൂപീകരിക്കുകയും ചെയ്യുന്നത്. സാധാരണ ഒരു കടലിൽ എങ്ങനെയാണോ ഒരു ഐസ് പാളി തെന്നി നീങ്ങുന്നത്, അതേപോലെ തന്നെ അത് കടലാണ്, അതിന് പകരം ഇവിടെ ചെളിയാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രം. പിന്നെ ഈ ഐസ് പാളിയുടെ മുകളിൽ കല്ലുകളുണ്ട് എന്നൊരു വ്യത്യാസവും ഉണ്ട്. അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ മൂവ് ചെയ്ത്. ഇപ്പം ഇതിന് പല കാരണങ്ങൾ പറഞ്ഞ പോലെ വെയിൽ വേണം, കാറ്റ് വേണം, മഴയുണ്ടായിരിക്കണം, അതേപോലെ തന്നെ പരന്ന ചെളിയുള്ള പ്രതലമായിരിക്കണം. ഇതെല്ലാം കൂടിച്ചേർന്നാൽ മാത്രമേ ഇങ്ങനൊരു പ്രതിഭാസം ഉണ്ടാകത്തുള്ളൂ, ഇങ്ങനെ കല്ലിന് സഞ്ചരിക്കാനും സാധിക്കത്തുള്ളൂ. അല്ലാതെ മറ്റൊരു ഫോഴ്സ് കൊണ്ടും അങ്ങനെ കല്ല് തനിയെ ചലിച്ചു പോകത്തില്ല എന്നുള്ളതാണ്. ഈ സെയിലിംഗ് സ്റ്റോണുകൾ, ഡോളോമൈറ്റ്സും ഗ്രാനൈറ്റും പോലുള്ള പാറകൾ സാധാരണയായി കൂടിച്ചേർന്നാണ് ഇതുണ്ടായിരിക്കുന്നത്. അല്ലാതെ ഇതിന് മറ്റു പ്രത്യേകതകളൊന്നുമില്ല ഇതിന് തെന്നി നീങ്ങാൻ. ഇത് തെന്നി നീങ്ങുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ തണുത്തുറഞ്ഞ ഐസ് റാഫ്റ്റിനൊപ്പം കല്ലുകൾ ഉണ്ടാകുകയും ഈ റാഫ്റ്റുകൾ പിന്നീട് ചൂടിൻ്റെയും കാറ്റിൻ്റെയും ഫലമായി ഈ ചെളിയിൽ കൂടി തെന്നി നീങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് പാറ ഇങ്ങനെ മൂവാകുന്നതിന് കൂട്ടത്തിൽ തന്നെ ഈ ചെളിയിൽ ഇങ്ങനെ അത് പാതയും സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ തിയറി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി.